ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കാവേരി മലപ്പുറത്തേക്ക് പോകുന്ന ഒരു ഫുൾ വീഡിയോ ആണ്. ഒന്ന് രണ്ട് ഷോർട്സ് നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി നമ്മളിതൊരു സെയിലിന് ഇട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ തന്നെ ചേട്ടൻ കണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞ എമൗണ്ട് ഓക്കെ ആയി, പേയ്മെൻറ്റ് അന്നേരം തന്നെ പുള്ളി ക്ലിയർ ചെയ്തു. അങ്ങനെ നമ്മൾ മലപ്പുറത്തൊരു ചേട്ടനാണ് നമ്മളിത് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരു ആൾക്കാർ അതിന് ശേഷം വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർ ചോദിച്ചു നമ്മൾ പോസ്റ്റ് ചെയ്ത് സെയിലായതിനു ശേഷമാണ്. അല്ല, നമ്മൾ സെയിൽ പോസ്റ്റ് ഇട്ട് കണ്ടതിന് ശേഷമാണ് നമ്മളിതിനെ കൊടുത്തിട്ടുള്ളത്. പുള്ളി ഏകദേശം പെട്ടെന്ന് തന്നെ എൻ്റെ ഒരു ഡീലായി പോയതാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് കാളക്കുട്ടികളും പശുക്കളൊക്കെ കൊടുത്തിട്ട്, പശുക്കുട്ടികൾ കുറവാണ്, കൂടുതൽ നമ്മൾ കാളക്കുട്ടിയെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പശുക്കുട്ടിയായിരുന്നു. അപ്പോൾ ഇതിൽ നമുക്ക് വേണ്ടിയുള്ള ഫുഡെല്ലാം അതിൻ്റെ കൂടെ തന്നെ കൊടുക്കുകയാണ്. നമ്മൾ അമൂലിൻ്റെ കാഫ് സ്റ്റാർട്ടർ കൊടുത്തുകൊണ്ടിരുന്നത്, പിന്നെ പാല് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് നമ്മൾ കൊടുത്തിരുന്ന ഫീഡിംഗ് ബോട്ടിൽ, പിന്നെ മിൽക്ക് റീപ്ലേസർ അമൂലിൻ്റെ. അപ്പോൾ അതും എല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. ഓൾറെഡി പാലുകൂടിയൊക്കെ മാറി വരികയാണെങ്കിലും അവരുടെ വിഷമം മാറാക്കാൻ വേണ്ടിയാണ് പാൽപ്പൊടി നമ്മൾ കൊടുത്തു വിടുന്നത്. അമൂലിൻ്റെ 5 കിലോയുടെ റീപ്ലേസറും പിന്നെ 20 കിലോയുടെ ഒരു കാഫ് സ്റ്റാർട്ട്, കുഞ്ഞുങ്ങൾക്ക് 6 മാസം വരെ കൊടുക്കേണ്ട തീറ്റയാണ്. ഇവിടെ ഇത്രയും നാളും അത് തന്നെ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ നമ്മൾ കൊടുത്തു വിട്ടു. പിന്നെ നമുക്ക് ഔട്ട്ലെറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് തീരുന്ന വரைക്കും നമുക്ക് കൊടുത്തു വിടാനും പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ അവളെ മെയിൻ ഓട്ടോയിലാണ് നമ്മൾ ഹൈവേയിലേക്ക് എത്തിച്ചത്. കാരണം നമ്മുടെ വീട്ടിൽ നിന്ന് കുറേ പോകണം ഹൈവേയിലേക്ക്. അങ്ങനെ ഹൈവേയിലേക്ക് എത്തിച്ചു. അപ്പോൾ അവിടെ വയ്ക്കുമ്പോൾ തന്നെ ഒരു ചേട്ടൻ ഇവളെ കണ്ടിട്ട് വന്നിട്ട്, മുറുക്കങ്കടലെ ചേട്ടൻ കേട്ടോ, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് കുറച്ച് ചുണ്ണാമ്പൊക്കെ വന്ന് അവിടെ നെറ്റിയിൽ തൊട്ടിട്ട് പറഞ്ഞു ഇത് ഇട്ടിട്ട് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചേട്ടനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെ നിന്ന് എല്ലാവരും യാത്ര പറഞ്ഞ് നമ്മൾ വണ്ടിയിലേക്ക് കയറ്റി വിട്ടുമാണ്. അപ്പോൾ നമ്മുടെ വണ്ടി വന്നു. നമ്മൾ മല്ലനും മാധവൻ എന്ന് പറഞ്ഞൊരു പെറ്റ്സിൻ്റെ ട്രാൻസ്പോർട്ടേഷനാണ് ഇത്തവണ യൂസ് ചെയ്തിട്ടുള്ളത്. ഒരുപാട് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഒരുപാട് കൊടുത്തിട്ടുണ്ട്, എങ്കിലും ഇതിപ്പം മല്ലനും മാധവനായിരുന്നു നമ്മൾ ട്രാൻസ്പോർട്ടേഷനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു സേഫായിട്ട് നമ്മുടെ കാവേരിയെ മലപ്പുറം മണ്ണാർക്കാടിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് തന്നെ അവളെയും പിന്നെ അവൾക്ക് വേണ്ടിയിട്ടുള്ള തീറ്റ കാര്യങ്ങളെല്ലാം ഒരു ചാക്കിനകത്താക്കി, കാഫ് സ്റ്റാർട്ടറും മിൽക്ക് റീപ്ലേസറും ഫീഡിംഗ് ബോട്ടിലും എല്ലാം ഒരു ചാക്കിനകത്താക്കി ഇവിടെ കൂടെ തന്നെ വണ്ടിയിൽ കയറ്റി വിട്ടു. പിന്നെ അവൾക്ക് ചെന്ന് കഴിഞ്ഞാലും പിന്നെ ഫുഡിന് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല. നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന സെയിം ഫുഡ് തന്നെയാണ് അവർക്ക് കൊടുക്കാൻ നമ്മൾ കൊടുത്തു വിട്ടുള്ളത്. പിന്നെ തീരുന്ന വർക്കായാലും നമുക്ക് ഇവിടുന്ന് തന്നെ സപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ അവളെ ഒരു വണ്ടിയിലേക്ക് കെട്ടി. പിന്നെ ഇവർ ഇവിടുന്ന് ഉച്ചയ്ക്ക് തന്നെ വെള്ളമൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ചോദിച്ചാൽ കുറച്ച് വെള്ളം കൊടുക്കണമെന്ന്. അപ്പോൾ അങ്ങനെ വെള്ളമൊക്കെ അവർ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് ബോട്ടിലിങ്ങനെ ആളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അവൾ സേഫായിട്ട് ഇവിടുന്ന് കൊല്ലം ജില്ല കരുനാഗപ്പള്ളിയിൽ നിന്ന് നേരെ മലപ്പുറത്തിൻ്റെ മണ്ണിലേക്ക് പോവാണ്. മലപ്പുറത്ത് ആക്ച്വലി നമ്മൾ 2 നേരം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കാർത്തി, നമ്മുടെ കാത്തുവിൻ്റെ തന്നെ ഒരു മാനം ഉണ്ടായിരുന്നു കാർത്തി എന്ന് പറഞ്ഞിട്ട്, അവനെയൊക്കെ നമ്മൾ മലപ്പുറത്തേക്ക് തന്നെയാണ് വിട്ടുള്ളൂ. മലപ്പുറത്ത് പോകുന്ന നമ്മൾ 2ാമത്തെ പശുവാണ്. ഒരെണ്ണം കാളക്കുട്ടിയായിരുന്നു, പശുക്കുട്ടി. കാരണം നമ്മൾ കൊടുത്തു വിടുന്ന 2ാമത്തെ കുട്ടിയാണ് മലപ്പുറത്തേക്ക് അങ്ങനെ യാത്ര വന്നത്. അങ്ങനെ അവൾ സേഫായിട്ട്